സവാള എടുത്തിട്ടുണ്ട്. ഇനി സവാള ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നടുവിൽ നിന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ബാക്ക് ഭാഗം ഇതുപോലെ ഇങ്ങനെ വെട്ടി ഒരു ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വെട്ടി കൊടുക്കാം. അപ്പം ഇതേ കുറച്ച് ഷേപ്പാക്കി വെട്ടുവാണ്. ഇത് നമ്മൾ 4 സവാളയാണ് എടുക്കേണ്ടത്. അപ്പോൾ 4 സവാള നമുക്ക് എടുക്കാം. നമ്മളിതേ 4 സവാള കട്ട് ചെയ്തു. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ആ പാത്രത്തിൽ നിന്ന് കൈ കൊണ്ട് നല്ലോണം നേരടി ഒരു നൂല് ഷേപ്പ് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ ആക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും മുളക് കൂടെ ചോപ്പ് ചെയ്തതായിട്ടുള്ളത് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 1.5 ടീസ്പൂൺ പെപ്പറും അതായത് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്യണം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിന് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. അധികം ഒന്നും ആഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് ആവശ്യം എത്രയാണോ അത്ര ഇടുക. പിന്നെ അതിനുശേഷം നല്ല ഇച്ചിരി കായം, കുറച്ച് കായം മതി, ഒരു നിങ്ങളുടെ അളവിനുള്ള അനുസരിച്ച്. പിന്നെ 1 കപ്പ് കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കണം. കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ലോണം ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ഒരു നല്ലൊരു ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം തിളച്ച് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ ഉള്ളിവട നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. നമുക്ക് എന്തായാലും തിളച്ച് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഈ കാണുന്ന രീതിയിലായിരിക്കണം. നിങ്ങൾ മാവ് കൂടിപ്പോയെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മുടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പൊരിക്കാം. അപ്പോൾ നമ്മൾ നല്ല ചൂടായ എണ്ണയിലിട്ട് നമ്മുടെ കൈ കൊണ്ട് ഷേപ്പാക്കിയ നമ്മുടെ ഉള്ളിവട ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ 4 എണ്ണം അടുപ്പിച്ചിടുക. അതിൽ ഒട്ടിപ്പോകുന്നതായിരിക്കും. നമ്മളിവിടെ 4 എണ്ണം ഇടുന്നുണ്ട്. 3 എണ്ണം ഇടുന്നതായിട്ടേ വീഡിയോ കാണുന്നുള്ളൂ. എന്നാലും നമുക്കൊന്ന് എല്ലാം 4 എണ്ണം ഇട്ട് കൊടുക്കാം. 4 എണ്ണം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പം 4 എണ്ണം ശേഷം പിന്നെ ഇതിൽ കറിവേപ്പില ആഡ് ചെയ്യണമെന്ന് പറയുകയാണ്. കാര്യം നമ്മൾ കറിവേപ്പില അതിൽ ആഡ് ചെയ്യുന്നതായിട്ട് പറയുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് കറിവേപ്പില ആഡ് ചെയ്യണം. നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒന്ന് 4 എണ്ണം തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നല്ലോണം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് കോരി വെളിയിലോട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇത് കോരി എടുക്കാനാകുമ്പോൾ പറയാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ കോരി എടുക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് കോരിയെടുക്കണം. അപ്പോൾ കോരിയെടുക്കാം. അതെ ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റുകയാണ്. നല്ലോണം എണ്ണ കളഞ്ഞിട്ടേ ഇത് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നല്ലോണം നിങ്ങൾക്ക് എണ്ണ അത് ബജിയിൽ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ കഴിക്കുമ്പോൾ ഭയങ്കര എണ്ണ ഫ്ലേവർ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അമ്മയെ കൊണ്ടൊന്ന് കഴിപ്പിച്ച് വെക്കാം. അപ്പോൾ അവരൊന്ന് കഴിച്ചിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ